കുഞ്ഞിൻ്റെ ചിരിക്കുന്ന മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. ആ അച്ഛൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം ഭാര്യ പോയി, ഇപ്പം മോള്. എങ്ങനെ സഹിക്കുമല്ലേ? കുറച്ച് മാസം കഴിഞ്ഞാൽ ഞാനൊരു അച്ഛനാ. ഒരു നിമിഷം പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലൊന്നു വരെ ആലോചിച്ചു പോയി. ഞാനിപ്പോൾ ഗോപികയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, എന്ത് പറ്റി? സൗണ്ട് ഒക്കെ അല്ലാതെ. ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ ഓക്കെ അല്ലേ? ഇവിടെ ഓക്കെയാണ്. ഞാൻ ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ചേട്ടാ. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ. ആ ആ ആ ഓക്കെ ഓക്കെ, താങ്ക് യു. സിദ്ധാർത്ഥ് വരുന്നുണ്ടെന്ന് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് വിളിച്ചേ. ഇന്നോ? സെക്കൻഡറി നമ്പർ എൻ്റെ ആയതുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞേ. 1 മണിക്കൂറിനകത്ത് ഇവിടെ എത്തും. എന്താ ചെയ്യാ? ഈ ഫ്ലാറ്റിൽ ദീപം തെളിക്കുന്നില്ലേ? ആ, ഇന്ന് രാത്രി 9 മണിക്ക് എല്ലായിടത്തും ഇന്ന് തന്നെ. ആ സമയത്ത് മൊത്തം പവർ ഫെയിലിയർ ആയി. അപ്പൊ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാം. നീ പേടിക്കണ്ട, നീ എന്തായാലും സേഫ് ആയിരിക്കും. ഞാൻ ചാടിയിരിക്കും. എന്തായാലും ചാടി. മാധവൻ, മാധവേട്ടൻ. ഞാൻ സിദ്ധാർത്ഥ്, വൈഗയുടെ ഹസ്ബൻഡാണ്. വൈഗ കൊച്ചിൻ്റെ സംശയം സംശയം നല്ലതല്ല മാധവേട്ട. ഒരു സെക്കൻഡ് സാർ. വെരി ബാഡ്. സാറേ ആളെ ഇത് പറ്റിയ സാറേ. താങ്ക് യു സർ. സാറേ ഇതാ ഈ മാസ്ക് വെക്കണോ? മാസ്കോ? എനിക്കോ? ആ, തൊപ്പിയുള്ളപ്പോ എന്തിനാ മാസ്ക്? പൂമുകൾ വാതുക്കൾ സ്നേഹം വിടർത്തുന്ന സ്വപ്നങ്ങൾ. സാറേ. ഏതോ ഒച്ചനടാ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ അല്ല പോകേണ്ടത്. പിന്നെ ഇതെന്തോ ടെക്നിക്കൽ എററാ. നീ പാക്കറിൻ വൈക വരന് വൈക. ഒരു 9 മണി വരെ വെയിറ്റ് ചെയ്യ്. ഇപ്പൊ പോയ നിന്നോട് ഞാൻ പണി പറഞ്ഞതല്ലേ. ഹായ് ചലം, ഹൗ ഈസ് മൈ ന്യൂ ലുക്ക്? എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയായിട്ടില്ലേ? ഞാൻ കണ്ടു മാധവൻ. സോറി നിന്റെ മാധവേട്ടൻ നല്ല സ്മാർട്ട് ആയിട്ടുണ്ട്. ഷേവൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് എല്ലാം അങ്കിൾസ് മതി. ചെന്നൈ യാത്രയിലേ എനിക്ക് മനസ്സിലായി. സിദ്ധാർത്ഥൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അയക്കെന്റെ അച്ഛന്റെ പ്രായമുണ്ട്. ആ വഴുവല്ല നീ ചേട്ടാ തന്നെ വിളിക്കുന്നത്. അച്ഛനെ ചേട്ടാ. അത് പോട്ട് വൈകാ, ഞാൻ കൊതിച്ചു വന്നതാണ് നിന്നെ കാണാനായിട്ട്. You look too sexy. Come here and hug me. Sweet. Hey Sidhu. Sidhu. കാറ്റായിരിക്കും. കാറ്റാ? നീ വന്നേ. സിദ്ധുവിനെ ഞാൻ വയറെടുത്ത് കൊടുത്തോ ഇല്ലെങ്കിൽ ചാർത്തല്ലേ.
ഹലോ എടാ എന്താ പറ്റി? പുറത്തിറങ്ങാൻ തണ്ണി കൊടുക്ക തമ്പി. അല്ല നമുക്ക് പുറത്തു പോവാം. വാ ചേട്ടാ എണീ. ചേട്ടാ എങ്ങനെ എവിടെ എത്തിയേ? ചേട്ടൻ എന്താ പറ്റിയത്? എന്തായാലും നടക്ക, പുറത്തേ വെള്ളമുള്ളൂ. ചേട്ടാ 3 നാളാക്കി സാർ. അതൊക്കെ തന്നെ കൊണ്ടു സാർ. അവിടെ ഇരിക്കാം. കാലവരിക്കുന്നത് സാർ. ഹോസ്പിറ്റലിൽ പോകും. കുറച്ച് വെള്ളം കിട്ടും നോക്കാം എന്തായാലും. തന്നെ സാർ. തന്നെ 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 കൊടുക്ക സാർ. ഉള്ള മാറ്റിടിച്ചു സാർ. ഇതാ മറ്റോളല്ലോ തന്നെ കൊടുക്കും സാർ. ഉള്ള മാറ്റി സാർ. മാറ്റിടിച്ചു സാർ. സാർ തന്നെ ഒരു കാര്യം ചെയ്യും, ജീപ്പിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു സാർ ഒന്ന് പതുക്കെ പതുക്കെ സൂക്ഷിച്ച് പിടിക്കണം. നേരെ ജമ്മ ഹോസ്പിറ്റലിൽ. ശരി സാർ. मालिक 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 मुझे कुछ बात करना है. അടക്കി എനിക്ക് മനസ്സിലാവില്ല, നീ മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്നെ പോലീസ് അടിച്ചു. ഇതർ മാറാ ഇതർ മാറാ ഇതർ മാറാ. ഇന്നലെ പോലീസ് കൊണ്ടുപോയി. മുതലാളി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. കൊച്ചു മുതലാളി കൊച്ചിയിലല്ല, ഇവിടെ ഉണ്ട്. ഇതർ ഫ്ലാറ്റ് മേതേക്കാ. ഞാൻ കണ്ടതാ, സത്യം. എടാ നീ ഒന്നും നന്നാവൂല. മോളെ ഗോപിക മോളെ ഇങ്ങ് വന്നേ. അവിടെ ഇടാ അവിടെ ഇടാ. മോളെ ഇവനൊരു സംശയം, ആ സംശയം കൂടെ തീർത്തു കൊടുത്തേ. ഞാനിപ്പോ ഞാൻ മാലിക്കിനെ കണ്ടു. ഇപ്പൊ ശരിയാക്കി കണ്ടതാ. മാലിക് കൊച്ചി പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടതാ. ചേട്ടാ എന്താ ഗോപു? അങ്ങോട്ട് നോക്കേ. ഇതാര്? ശോഭിത, നീ എവിടെ ആയിരുന്നു? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോടാ. മാലിക് മാലിക്കിന് എപ്പ വന്നു? എന്താടാ ഉറക്കപ്പറ. അപ്പൊ അത് മാലിക്കല്ലേ? ഗോപിക അവനെല്ലാം കഴിക്കാൻ കൊടുക്ക്. വിശന്നിട്ട് അവന് പിച്ചിമ്മയും പറയണ. ദീദി എനിക്ക് വിശക്കുന്നു. വാ കഴിക്കാം.